ഈ വൈകുന്നേര വേളയില് ഈ പ്രിയപ്പെട്ട കൂട്ടായ്മയില് കടന്നു വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞാന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് അല്പമായിട്ടും ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നൊക്കെ അല്പമായിട്ടൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൾ കൂടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ പാടിയതുപോലെ യേശുവേ, എൻ പ്രാണനാഥ, എൻ ആത്മനാഥ, എന്നെ നന്നായി അറിയുന്ന എന്റെ സ്നേഹനാഥ. അതെ കർത്താവേ, അവിടുന്ന് എല്ലാവരിലും ഉപരിയായിട്ട് ഏറ്റവും നന്നായിട്ട് ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ കർത്താവ്. ഇന്ന് ഞങ്ങള് ഈ വൈകുന്നേര വേളയിലെ കർത്താവെ അവിടുത്തെ സന്നിധിയില് അവിടുത്തെ തിരുപാദപീഠത്തിലേക്ക് ഞങ്ങളെ ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യം കർത്താവെ, ഇന്ന് ഞങ്ങള് കേൾക്കേണ്ടതായിട്ടുള്ള എന്താണെന്നുള്ള കാര്യം ഞങ്ങള് ഇവിടെ ആയിരിക്കുന്ന ആരിലേക്കാണെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പരിപൂർണമായിട്ടും അങ്ങേക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാം അവിടത്തേക്ക് അറിയത്തുള്ളൂ കർത്താവേ. ഞങ്ങളുടെ ഗുണീകരണത്തിനായിട്ട്, ഞങ്ങളുടെ തിരുത്തലിനായിട്ട്, ഞങ്ങളുടെ ശാസനയ്ക്കായിട്ട്, ഞങ്ങളുടെ ഉത്സാഹത്തിനായിട്ടുള്ള ആ തിരുവചനം അങ്ങയുടെ പക്കലാണ് ഉള്ളത് കർത്താവേ. നിത്യജീവന മൊഴികൾ അങ്ങയുടെ പക്കലാണ് ഉള്ളത്. ഞങ്ങൾ അങ്ങേക്ക് എവിടെ പോകും? ഞങ്ങൾ അങ്ങേക്ക് തന്നെ നോക്കുന്നു കർത്താവേ. ഞങ്ങളോട് കൃത്യമായിട്ട് അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങനെ തന്നെ കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയ കണ്ണാടിയിലും വചനമാകുന്ന കണ്ണാടിയില് കർത്താവേ, ഞങ്ങളുടെ ആത്മാവിലും ആ വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിനെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഞങ്ങളെ ഇതുവരെയും കണ്ടിട്ടുള്ളതിലും വെച്ചും കുറച്ചുകൂടെ വ്യക്തമായിട്ട് അങ്ങേ കാണുവാൻ, അവിടുത്തെ മനോഹാരിത കാണുവാൻ ദാവീദ് പാടിയതുപോലെ, ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം അനുസരിക്കുന്നു, അവിടുത്തെ ആ മനോഹാരിത കർത്താവെ കാണുവാൻ, അവിടുത്തെ ആത്മസൗന്ദര്യം കാണുവാനായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കണം, അവിടുത്തെ ആലയത്തിലായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ കർത്താവെ യേശുവിനെ ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾക്ക് കർത്താവെ പാട്ടൊക്കെ പാടുമ്പോഴും ഞങ്ങള് കൈകൂട്ടി പാടുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്നാ കർത്താവെ, ഞങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിനെ ഞങ്ങൾക്ക് കണ്ട് ജീവിക്കണം. അതിനായിട്ടുള്ള അവിടുത്തെ തിരുവചനം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം കർത്താവെ അവിടുത്തെ ഉള്ള സ്നേഹത്തിൽ എരിയുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കണേ. മാവോസിലെ ശിശുമാരുടെ അങ്ങ് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം കർത്താവെ അവിടുത്തെ ഉള്ള സ്നേഹത്തില് എരിയുന്നതായിട്ട് ഞങ്ങൾ വായിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയോടുള്ള സ്നേഹത്തില് എരിയുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാത്രമുള്ള നാട്ടിൽ. ആമേൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വചനഭാഗം, ഒരു വാക്യം, അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിലെ ഒരു വാക്യം. നിങ്ങൾക്ക് അതൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമായിരിക്കും. എന്നാൽ ആ വാക്യം അതിന്റെ മലയാള പരിഭാഷയിലെ കുറച്ചുകൂടെ അതിന്റെ മൂലഭാഷ ഗ്രീക്കിലും കൂടെ ഉള്ളത് കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ആ വാക്ക് വളരെ കുറച്ചുകൂടെ ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം, പെന്തക്കോസ്ത് നാളില് ഞാൻ മീറ്റിങ്ങിലോട്ട് കടന്നു വന്നപ്പോൾ തന്നെ ആ പാട്ട പെന്തക്കോസ്ത് നാളിലെ മുൻമഴ പിന്മഴ തരണേ എന്നൊക്കെയാണ് നമ്മളുടെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ. ആ പെന്തക്കോസ്ത് നാളിലെ യഥാർത്ഥത്തിലുള്ള ആ പെന്തക്കോസ്ത് നാളില് അന്ന് യഹൂദന്മാർക്ക് ഒരു പെന്തക്കോസ്ത് ഉത്സവം ഉണ്ടായിരുന്നു. ആ പെന്തക്കോസ്ത് നാളില്, അതായത് പെസഹ കഴിഞ്ഞ് 50-ാമത്തെ ദിവസം ആ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് അവരുടെ മേല് ആദ്യമ ശിഷ്യന്മാരുടെ മേല് വന്നപ്പോൾ അവിടെ അവർ വലിയ സന്തോഷത്താൽ നിറഞ്ഞ് അവര് ദൈവത്തെ പാടി സ്തുതിക്കുകയും അവര് ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ട്, അപ്പൊ ഇതെന്താ സംഭവിച്ചതെന്നറിയാൻ ആൾക്കാരൊക്കെ വളരെ ജാഗ്രതയോടെ, അവര് വളരെ ഉത്സാഹത്തോടെ ജിജ്ഞാസയോടെ നിൽക്കുമ്പോൾ അവരുടെ നേതാവായിട്ടുള്ള പത്രോസ് 11 സ്റ്റാൻഡിങ് വിത്ത് 11, അതിന്റെ 14 ഞാൻ പറഞ്ഞു വരുന്ന 28-ാമത്തെ വാക്യമാണ്. ഞാൻ 14 ഒന്ന് ആരംഭമായിട്ട് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 14 അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട്, അവര് ഒരു മനസ്സോടായിരുന്നു. അവര് 12 പേരുണ്ടായിരുന്നു. യൂദാസ് പോയി, അതിന് പകരം ഒരു മത്തിയാസിനെ തെരഞ്ഞെടുത്തതായിട്ടൊക്കെ 1-ന്റെ 23 നമ്മൾ വായിക്കുന്നു. അതിനുശേഷം അവർ ആ 12 പേര്, അപ്പൊ പത്രോസ് ആ 11 പേരോടുകൂടി ചേർന്ന് ഒരു മനസ്സോടെ ടേക്കിംഗ് ഹിസ് സ്റ്റാൻഡ് വിത്ത് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് യോവേൽ പ്രവചനത്തിലെ കാര്യങ്ങളൊക്കെ, യോവേൽ പ്രവചനത്തിന്റെ ഫുൾഫിൽമെന്റ് ഒക്കെ പറയുന്നതായിട്ട് 17-18 വാക്യങ്ങൾ, 19-20 വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിനുശേഷം യേശുവിനെ പത്രോസ് പരിചയപ്പെടുത്തുകയാണ്. യേശു ഒരു തച്ചന്റെ മകനായിട്ട് നസ്രയത്തിൽ ജനിച്ചു വളർന്ന
അവിടെ ആ ഇസ്രായേലിലൊക്കെ ശുശ്രൂഷ ചെയ്ത ആ കർത്താവിനെ തന്റെ അരുമ ശിഷ്യനായിട്ടുള്ള പത്രോസ് പരിചയപ്പെടുത്തുകയാണ്. അതിന് തൊട്ട് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ യോവേൽ പ്രവചനത്തിൽ നിന്ന് പറഞ്ഞിട്ട് യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് ദാവീദിന്റെ ഒരു സങ്കീർത്തനത്തിലെ വരികളാ അവിടെ പത്രോസ് ഉദ്ധരിക്കുന്നു. അതിന്റെ 25 മുതൽ നമ്മൾ നോക്കുമ്പോൾ 16 സങ്കീർത്തനത്തിലെ 8 വാക്യങ്ങൾ മുതലാണ് പത്രോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2:25 മുതൽ നമ്മൾ നോക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് അതിന്റെ 28 വാക്യത്തില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ, എന്താ, നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് യു വിൽ മേക്ക് നോൺ ടു മീ ദ വേസ് ഓഫ് ലൈഫ് ആൻഡ് യു വിൽ മേക്ക് മീ ഫുൾ ഓഫ് ഗ്ലാഡ്നസ് വിത്ത് യുവർ പ്രസൻസ്. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. അത് ഞാൻ ആ സന്നിധിയിൽ എന്നുള്ള വാക്ക് ഞാൻ പലപ്പോഴും പലയിടത്തുമൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ മീറ്റിംഗ്സിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സന്നിധി എന്ന് പറയുന്നത് പ്രോസപ്പോൺ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ നിയമം അത് മൂലഭാഷ അത് ഒറിജിനലി ഗ്രീക്കിൽ എഴുതിയിട്ടുള്ള പ്രോസപ്പോൺ. ആ പ്രോസപ്പോൺ എന്നുള്ള വാക്കിന്റെ അക്ഷരികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ മുഖം, നമ്മുടെ ഫേസ്. അതാ. അപ്പോ ശരിക്കും അവിടെ അക്ഷരികമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് നിന്റെ മുഖത്താൽ, നിന്റെ മുഖം കൊണ്ട് എന്നെ സന്തോഷപൂർണനാകും. യു വിൽ മേക്ക് മീ ഫുൾ ഓഫ് ഗ്ലാഡ്നസ് വിത്ത് യുവർ പ്രസൻസ് എന്നുള്ളത് വിത്ത് യുവർ ഫേസ്, അവിടുത്തെ മുഖം കൊണ്ട്. യേശുവിന്റെ തിരുമുഖം നമ്മളുടെ മേലെ പ്രകാശിക്കുവാണെങ്കിൽ അത് എത്ര വലിയൊരു കാര്യമായിരിക്കും. നമ്മൾ ആരും യേശുവിനെ അക്ഷരികമായിട്ട് കണ്ടിട്ടില്ലാത്തവരാ, അല്ലേ? നമ്മളുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കർത്താവിനെ കണ്ടിട്ടില്ല. എന്നാ കർത്താവിനെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു നാള് വരുന്നു. കർത്താവിന് രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് ലോക സംഭവങ്ങളൊക്കെ അതിനെ വിളിച്ചോതുന്നു. കർത്താവിനെ പുനരുദ്ധാന ശരീരത്തോടുകൂടി നാം നേരിട്ട് കാണും. നാം കർത്താവിന്റെ വരവെങ്കിലും കണ്ടുവയ്ക്കുന്ന നേരത്തിലും രൂപാന്തരപ്പെടും. കർത്താവിനെ നമ്മൾ നേരിട്ട് കാണും. എന്നാൽ ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണം കാണുന്നു എന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 13 നമ്മൾ 13-12 വാക്യത്തിൽ വി സി ഡിംലി അസ് ഇൻ എ മിറർ, ഒരു കണ്ണാടിയില് ഡിമ്മായിട്ട്, ഒരു മങ്ങിയ പോലെ, കടമൊഴിയായിട്ട് എന്ന് പറയുമ്പോൾ ഒരു ഡിമ്മായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ അന്ന് നമ്മളെ നേർ കാണും എന്നുള്ള കാര്യം നമ്മളവിടെ 1 കൊരിന്ത്യർ 13-12 വാക്യത്തിൽ വായിക്കുന്നു. ഇന്ന് നമ്മള് ഈവൻ ഏറ്റവും കർത്താവിനോട് ചേർന്ന് ജീവിച്ച അപ്പോസ്തലനായ പൗലോസ് പോലും കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണമേ പൗലോസിനെ പോലും കാണാൻ സാധിച്ചു. പൗലോസിന് എത്രയോ ദർശനങ്ങളും 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് വെളിപ്പാടുകളും എല്ലാം ഉണ്ടായിട്ടും കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണം കാണുന്ന പൗലോസ് തന്നെ പറയുമ്പോൾ നമ്മൾ എത്രയധികം ഡിമ്മായിട്ടാണ് നമ്മൾ കർത്താവിനെ കാണുന്നത്. എന്നാൽ ആത്മാവില് യേശുവിനെ കാണുന്ന, നമ്മൾ ആത്മാവിനെ യേശുവിനെ കാണുമ്പോൾ നമ്മുടെ യേശുവിനെ അക്ഷരികമായിട്ടുള്ളൊരു മുഖത്തെ കാണുന്നതല്ല, മറിച്ച് അതിലുപരി കർത്താവിന്റെ ആ ദിവ്യ സൗന്ദര്യം, കർത്താവിന്റെ ഒരു ആത്മസൗന്ദര്യം. ഞാൻ പ്രാർത്ഥിച്ചപ്പം 27-ാം സങ്കീർത്തനത്തിലെ അതിന്റെ വാക്യം ഞാൻ വായിച്ചല്ലോ. ഞാൻ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 27-ാം സങ്കീർത്തനത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇവിടെ ദാവീദ് പാടുമ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, ദാവീദ് അവിടെ അതെ അത് തന്നെ ആഗ്രഹിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ ദാവീദ് തന്റെ ഒരേ ഒരു ആഗ്രഹം, അവിടെ ദാവീദ് അത് എഴുതിയ കോണ്ടെക്സ്റ്റ് നമ്മളത് നോക്കുവാണെങ്കിൽ ദാവീദ് അവിടെ ശൗൽ രാജാവ് തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുവാണ്. താന് ശമൂവേൽ പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു രാജാവാകേണ്ടതിനാണ്. താൻ ഇനി രാജാവായിട്ടില്ല. താന് ഗുഹകളിലൊക്കെ പാസ് വിളിച്ചും ഒക്കെ തന്നെ ജീവനായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദിനോട് നമ്മൾ ഇന്ന് ചോദിക്കുക, ദാവീദേ നിന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന എനിക്ക് രാജാവ് എത്രയും പെട്ടെന്ന് രാജാവാകണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ്, ശരിയാണ്, പിന്നീട് പിൽക്കാലത്ത് ദാവീദിന് പല പരാജയങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദാവീദിന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നേ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് വേറെ പല കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയായിട്ടൊക്കെ പറയും. എന്നാൽ ഇവിടെ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ആ കാര്യം തന്നെയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അത് ഇങ്ങനെ പറയാ, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ദാവീദിന് കർത്താവിന്റെ ആലയം പണിയാൻ സാധിച്ചോ? ഇല്ല. ദാവീദിന്റെ മകനായിട്ടുള്ള ശലോമോനാ ആ ഭാഗ്യം ദൈവം കൊടുക്കുന്നത്.
എന്നാൽ ദാവീദിന് ദൈവത്തിന് ആലയം പണിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ദാവീദ് ഇത് പറയുമ്പോൾ അവിടെ ആലയം ഒന്നും പണിയപ്പെട്ടിട്ടില്ല. അപ്പൊ കർത്താവിന്റെ ആലയത്തിൽ പാർക്കണം എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്നത് എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ വസിക്കണം എന്നുള്ള കാര്യമാണ് ദാവീദ് അവിടെ പറയുന്നത്. എനിക്ക് കർത്താവിന്റെ സന്നിധിയിൽ വസിക്കണം. എന്തിനാ വസിക്കേണ്ടത്? എനിക്ക് ഇപ്പോഴും എന്റെ കർത്താവിന്റെ കൂടെ ആയിരിക്കണം, കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് വസിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ കർത്താവിന്റെ മനോഹരത്വം കാണണം, അവിടുത്തെ മന്ദിരത്തില് അവിടുത്തെ കൃപകളെ ഓർത്ത് അവിടുത്തെ കരുണയെ ഓർത്ത് എനിക്ക് ധ്യാനിക്കണം എന്നുള്ളതാണ് ദാവീദും അവിടെ എന്റെ മനോഹരത്വം കാണണം എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് കർത്താവിന്റെ, ഞാൻ മുമ്പ് പറഞ്ഞെന്താ, കർത്താവിന്റെ സന്നിധിയിൽ അവിടുത്തെ സന്നിധി, നിന്റെ സന്നിധിയിൽ നമ്മൾ തിരിച്ച് അപ്പോസ്തലപ്രവൃത്തി 2:28 വരുമ്പോൾ നിന്റെ സന്നിധിയിൽ ഞാൻ സന്തോഷപൂർണനാക്കും എന്ന് പറയുമ്പോൾ നിന്റെ മുഖത്താൽ, നിന്റെ മുഖം എന്നെ സന്തോഷപൂർണനാക്കും. ഇത് ശരിക്കും ഇത് ഒരു കൊട്ടേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താ, എവിടുന്ന ഉദ്ധരിച്ചിരിക്കുന്നത്? 16-ാം സങ്കീർത്തനത്തെ ഉദ്ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ 16-ാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ 16-ാം സങ്കീർത്തനം അങ്ങ് എബ്രായ ഭാഷയിൽ എഴുതിയല്ലേ. ഇവിടെ ഇപ്പം ഗ്രീക്ക് ഭാഷയിലും പ്രോസപ്പോൺ എന്നുള്ളൊരു വാക്ക് മുഖം എന്ന് വെച്ച് നമ്മൾ അങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, നമ്മൾ 16-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, അതായത് 16-ാം സങ്കീർത്തനം കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ അവിടെ കോട്ട് ചെയ്തതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോ അപ്പോസ്തലപ്രവൃത്തി 2:28 വായിച്ചത്. അവിടെ 11-ാമത്തെ വാക്യം അപ്പോസ്തലപ്രവൃത്തി 16:11 ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിന്റെ സന്നിധിയിൽ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് പനീം എന്നുള്ളൊരു വാക്കാണ്. പനീം എന്ന് പറഞ്ഞാൽ നമ്മൾ പനീർ ബട്ടർ മസാല എന്നൊക്കെ പനീർന്ന് കേട്ടിട്ടുണ്ടായിരിക്കുന്ന പനീം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പനീം എന്നുള്ള ആ വാക്കിന്റെയും ആക്ഷരികമായിട്ടുള്ള അർത്ഥം അത് അതിന്റെ ഇപ്പൊ നമ്മൾ പ്രോസപ്പോൺ എന്നുള്ള വാക്കിന് മുഖം എന്നാണ് അതിന്റെ ആക്ഷരികമായ അർത്ഥം. പിന്നെ സന്നിധി എന്നുള്ളൊരു അർത്ഥവും അതിനുണ്ട് എന്ന് പറയുന്നത് തന്നെ. പനീം എന്നുള്ള വാക്ക് ബൈബിളില് അത് KJV-യിൽ 390 തവണ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഫേസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മുഖം. പിന്നെ 30 തവണ കൗണ്ടനൻസ് എന്ന് പറഞ്ഞാൽ ഫേസിന്റെ ഒരു വാക്കാണ്. പിന്നെ 76 തവണ പ്രസൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുഖമെന്നും സന്നിധി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, അതെ, കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദ പരിപൂർണതയുണ്ട്. തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദ പരിപൂർണതയുണ്ട്. എന്നാൽ കർത്താവിന്റെ മുഖത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കർത്താവിന്റെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം, യേശുവിന്റെ തിരുമുഖത്ത്, കർത്താവിന്റെ തിരുമുഖത്ത് അവിടെ ആനന്ദ പരിപൂർണതയുണ്ട്. അതാ നമ്മളിപ്പം കർത്താവിന്റെ മുഖത്ത് സന്തോഷ പരിപൂർണതയുണ്ട് എന്നുള്ളൊരു കാര്യം പത്രോസ് പറയുമ്പം അവിടുത്തെ മുഖം എന്നെ സന്തോഷ പരിപൂർണനാക്കും എന്ന് പറയുമ്പം അവിടെ ആ സന്തോഷം പേഴ്സണലായിട്ട് അനുഭവിച്ചുകൊണ്ട് പത്രോസ് പറയുക. അവിടുത്തെ ഇപ്പൊ എന്താണ് പറയുന്നേ, ഒരിടത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതും ആ കാര്യങ്ങളൊക്കെ താൻ അനുഭവിച്ചതിന് ശേഷം പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നവണ്ണമാണ്. സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്ന അവിടുത്തെ മുഖത്ത് ആനന്ദ പരിപൂർണതയുണ്ട്, സന്നിധിയിൽ ആനന്ദ പരിപൂർണതയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനാൽ നിറഞ്ഞ പത്രോസ് ആ സന്തോഷ പരിപൂർണത അനുഭവിച്ചുകൊണ്ട് പറയുവാണ്, അവിടുത്തെ മുഖം, അവിടുത്തെ സന്നിധി എന്നെ സന്തോഷപൂർണനാക്കും എന്നുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ ഇന്ന് ലോകം ഒരു സന്തോഷത്തിനായിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഉള്ളത്, അല്ലേ? എല്ലാവർക്കും സന്തോഷം വേണം. ഈ യുവാക്കൾക്കാണെങ്കിൽ സന്തോഷത്തിനായിട്ട് അവര് എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. പല പല ലഹരി വസ്തുക്കൾ, പുതിയ പുതിയ സിന്തറ്റിക് കെമിക്കൽസ് ഒക്കെ അല്ലെ അവർ കണ്ടുപിടിക്കുന്നത്. പുതിയ പുതിയ ലഹരി വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ച് പലതും ഒക്കെ ചേർത്ത് അതും ഇതും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ ചേർത്ത് സിന്തറ്റിക് ലഹരി വസ്തുക്കളും പദാർത്ഥങ്ങളും, ഞാനൊരു സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പലതിലുമൊക്കെ കെമിക്കലൊക്കെ കുടിക്കപ്പെട്ടവരൊക്കെ കൗൺസിലിങ്ങിനായിട്ട് കൺസൾട്ടേഷനായിട്ടും ഒക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമാണ്. അപ്പം ആ ഒരു ലഹരി വസ്തുക്കള്, പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, ഇത് മൂന്നുമാണ് ഇന്ന് ലോകത്തില് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിട്ട് ലോകക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല. 1 യോഹന്നാൻ 2:16 നമ്മളെടുത്ത് വായിക്കുവാണെങ്കിൽ അവിടെ കൺമോഹം, ജഡ്മോഹ, ജീവനത്തിന്റെ പ്രതാപം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? 1 യോഹന്നാൻ 2:16 വാക്യം. ലോകം എന്ന് പറഞ്ഞാല് അവിടെ കൺമോഹം എന്നുവെച്ചാൽ, കൺമോഹം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണം. അതായത് പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാ. അതെനിക്ക് അത് വേണം, ഇത് വേണം, പുതിയ ബ്രാൻഡഡ് ആയിട്ടുള്ള അത് വേണം, ഇത് വേണം, മറ്റുള്ളവരെ പോലെ എനിക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു അത്യാഗ്രഹത്തിന്റെ ആ ഒരു കൺമോഹം എന്ന് പറഞ്ഞാൽ അത് പണവും കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിക്കുന്ന കാര്യങ്ങളാണ് കൺമോഹം എന്നുള്ളൊരു കാര്യം. പിന്നെ കൺമോഹം,
ജഡമോഹം. നമ്മൾ 1 യോഹന്നാൻ 2:16 ആ വാക്യം ഇങ്ങനെ നമ്മളിവിടെ വായിക്കുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അപ്പം കൺമോഹം നമ്മളിപ്പോ പറഞ്ഞ പണവും പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് ഈ കൺമോഹം എന്ന് പറയുന്നത്. ജഡമോഹം എന്ന് പറഞ്ഞാല് ലൈംഗിക പാപങ്ങള്, ലൈംഗികത ദൈവം വിവാഹത്തിന്റെ ഉള്ളിൽ ഏറ്റവും പരിപാവനമായിട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇന്നത് പിശാച് അത് വിവാഹത്തിന് വെളിയിലും ഒക്കെ, വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് വെളിയിലും ഒക്കെ അതൊരു പിശാച് അത് ഒത്തിരി പെർവേർട്ട് ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് അതിനെ പാപവഴികളിലേക്ക് യുവാക്കളെയും എല്ലാ പ്രായക്കാരെയും എല്ലാം അതിലൂടെയൊക്കെ തളച്ചിടുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു ജഡമോഹം. അത് പ്ലഷേഴ്സ്, ലസ്റ്റ് ഓഫ് ദ ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ജഡമോഹം എന്ന് പറയുമ്പോൾ ലൈംഗികതയാവട്ടെ, പിന്നെ ഭക്ഷണവും ഉറക്കവും എല്ലാം ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള വൃത്തമുണ്ട്. എന്നാൽ അതിനൊക്കെ വെളിയിലോട്ട് ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ, അതിനെ അടിമപ്പെട്ട് പോകുമ്പോൾ അതെല്ലാം ഒരു ജഡമോഹത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം പണം, ജഡിക സുഖങ്ങള്, പിന്നെ ജീവനത്തിന്റെ പ്രതാപം. ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ എന്താ? അമ്പടെ എന്നെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണം, എല്ലാവരും എന്നെ മാനിക്കണം, എല്ലാവരും എല്ലാവരുടെ മുമ്പാകെ ഒരു പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും എന്നെ മാനിക്കണം, മനുഷ്യമാനം അന്വേഷിക്കുന്ന ഒരു മനുഷ്യമാനം തേടുന്ന ഒരു അവസ്ഥ. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഇടയിലും അങ്ങ് ഈ കാര്യങ്ങളെല്ലാം വലിയൊരു സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെ ഒരു പൂർണ്ണത യേശുവിന്റെ സന്നിധിയിലാണ് ഉള്ളത്, യേശുവിന്റെ തിരുമുഖത്താണ്. എന്നാൽ ലോകത്തിന് അധിപതി ആരാ? പിശാച്. സകല ലോകവും പിശാചിന് അധീനതയിൽ കിടക്കുന്നു എന്ന ഇതേ 1 യോഹന്നാൻ 5:19 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഈ ലോകത്തിന് അധീനതയിലാണ്, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിലാണ് നമ്മൾ വായിക്കുന്നത്. ഈ ലോക വ്യവസ്ഥ, ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ലോകത്തിലെ ആളുകൾ എന്നുള്ളതല്ല, ഈ ഒരു ലോക വ്യവസ്ഥ, ഈ ലോക വ്യവസ്ഥ, കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപവും ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ലോക വ്യവസ്ഥ, സിസ്റ്റം ഓഫ് ദിസ് വേൾഡ്. അത് 1 യോഹന്നാൻ 5:19 നമ്മൾ എന്താ വായിക്കുന്നത്? നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. അതെ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഇന്ന് പിശാചിന്റെ അധീനതയിലാണ് ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും. അപ്പൊ ആൾക്കാര് എന്തുകൊണ്ടാ ഇങ്ങനെ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ, ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ, ആ ദുരന്തം സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും ചോദിക്കുമ്പോ ദൈവം ഉണ്ട്, എന്നാ ദൈവം പല കാര്യങ്ങളും അനുവദിക്കുന്ന. ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ദൈവത്തിന് അതിന്റെ എല്ലാം മേലുള്ള ഒരു പരമാധികാരം ഉണ്ട്. എന്നാൽ ദുഷ്ടന് ഒരു പരിധി വരെ കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ദുഷ്ടത്തിന് അധീനതയിലാണ് ഈ ലോകമുള്ളത്. ആ ലോകത്ത് ഈ കൺമോഹവും ജഡമോഹവും ജീവനത്തിന്റെ പ്രതാപവും ഒക്കെ വെച്ച് പല കാര്യങ്ങള് പിശാച് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആ ഒരു സന്തോഷം അനുഭവിക്കാതെ പാപത്തിന്റെ ഒരു തൽക്കാല ഭോഗത്തിനായിട്ട്, പാപത്തിന്റെ തൽക്കാല ഭോഗം എന്നുള്ള ആ പദപ്രയോഗം നമ്മൾ ഇവിടെ കാണുന്നേ എബ്രാഹിം ലേഖനത്തിൽ കാണുന്നുണ്ട്. എബ്രാഹിം ലേഖനത്തില് അവിടെ മോശയുടെ സാക്ഷ്യം പറയുമ്പം, അവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയൊക്കെ പറയുമ്പം എബ്രാഹിം ലേഖനം 11 അധ്യായത്തില്, അതെ 24 വാക്യം, അതെ 11:24, അതെ വിശ്വാസത്താൽ, എബ്രായർ 11:24 വിശ്വാസത്താല് മോശ താൻ വളർന്നപ്പോ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ താൻ എവിടെ വളർന്നേ? മോശ എവിടെയായിരുന്നു വളർന്നേ? മിസ്രൈമിലെ ഫറവോന്റെ കൊട്ടാരത്തില്. അവിടെ എല്ലാ തരത്തിലുള്ള പാപത്തിനുള്ള എല്ലാ സാധ്യതകളെല്ലാം ഈ മോശയ്ക്ക് ഉണ്ടായിരുന്നു. താൻ ഒരു യുവാവായിട്ട്, അവനൊരു നോർമൽ സാധാരണ യുവാവായിട്ട് വളർന്നു വരികയാണ്. ഒരു കാലയളവ് വരെ മോശയുടെ അമ്മ അവനെ വളർത്തിയപ്പോ താൻ യഹൂദനാണെന്നും യഹോവയായ ദൈവം ഉണ്ടെന്നും അങ്ങനെ എബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ കഥകളും സംഭവങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ അമ്മ യഥാർത്ഥ സത്യദൈവത്തിന്റെ വെളിച്ചം മോശ എന്ന ബാലകന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഒരു അമ്മയ്ക്ക് പാലിക്കാൻ കുറച്ചൊരു സമയം കിട്ടിയുള്ളൂ. നമ്മളത് പുറപ്പാട് പുസ്തകം 2 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് മോശ എവിടെ വളർന്നത്? ഫറവോന്റെ കൊട്ടാരത്തില്. ഫറവോന്റെ കൊട്ടാരത്തിൽ ഇന്ന് നമ്മളിപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് വയസ്സ് വരെ അവര് ഒരു 10-18 വയസ്സൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നു. പിന്നെ അങ്ങ് ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നു. ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന പറഞ്ഞാൽ ഒരു ഫറവോന്റെ കൊട്ടാരം മാതിരി, ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഫറവോന്റെ കൊട്ടാരം മാതിരി ലോകത്തിന്റെ ഏത് വഴിയിലോട്ടും അവർക്ക് പോകാം. അവർക്ക് ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി റിലേഷൻഷിപ്സ്, കാര്യങ്ങള്,
അവർക്ക് ഏത് രീതിയിലും വേണമെങ്കിലും പോകാവുന്ന ഒരു ലോകത്തിലാണ് അവരായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള അതിന്റെയൊക്കെ മധ്യത്തില് മോശ എന്ത് ചെയ്തു? മോശയ്ക്ക് ഈ യഹോവയായ ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. മോശയെ കുറിച്ച് പറയുവാണ് അതിന്റെ 11 എബ്രായർ 11:24 വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ ഹി ഗ്രൂ അപ്പ് പാപത്തിന്റെ ഒരു തൽക്കാല ഭോഗത്തേക്കാൾ അവന് മനസ്സിലായി പാപം ഇത് ദൈവവചനത്തിന് താൻ അന്ന് മോശയിലൂടെ ദൈവം ന്യായപ്രമാണമൊക്കെ കൊടുക്കുന്നതെന്ന് അന്ന് അതുവരെ അവർക്ക് ദൈവത്തെ കുറിച്ച് വെളിപ്പെട്ടിരുന്ന ഒരു ചെറിയ വെളിപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഈ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള തന്നെ മനസാക്ഷി വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തെറ്റാണ്, പാപമാണ് എന്നുള്ള കാര്യമൊക്കെ താന് മനസ്സിലാക്കി. അപ്പൊ പാപത്തിനൊരു തൽക്കാല ഭോഗമുണ്ട്. ഇറ്റ്സ് എ പാസിംഗ് പ്ലഷർ. നമ്മള് എന്താ 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തില് അവിടെ പരിപൂർണ സന്തോഷത്തിന്റെ പരിപൂർണത, ഫുൾനെസ് ഓഫ് ജോയെ കുറിച്ച് നമ്മൾ വായിച്ചു. കർത്താവിന്റെ മുഖത്ത്, കർത്താവിന്റെ സന്നിധിയില് ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. എന്നാൽ ഇവിടെ മോശ പറയുക ഇത് ഈ ലോകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെ പരിപൂർണ സന്തോഷമൊന്നുമല്ല. കുറച്ചു നേരത്തേക്ക് സന്തോഷമുണ്ട്, സന്തോഷം ഇല്ല എന്ന് പറയുന്നത് കള്ളവാ. ഇപ്പം കള്ളം പറയുകയും ദേഷ്യപ്പെടുകയും പാപങ്ങളിൽ, ജഡികമായുള്ള പാപങ്ങളിലോ ലഹരി വസ്തുക്കളിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ വഴിയിൽ ലോകത്തിൻ്റെതായ പല സ്റ്റൈലും ഫാഷനും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് ജഡത്തിലൊരു സുഖമുണ്ട്, ജഡത്തിലൊരു സന്തോഷമുണ്ട്. സ്വന്തം ആയിട്ടുള്ള കാര്യങ്ങളിലും ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പം അവർക്ക് ജഡികമായ ഒരു സന്തോഷമുണ്ട്. എന്നാൽ അതൊരു തൽക്കാല ഭോഗമാണ്. ഇപ്പൊ ഒരു സോപ്പ് കുമള അത് പിടിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് അതിന് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞതുപോലെ ഈ ലോകം തരുന്ന സന്തോഷം എന്ന് പറയുന്നത് എന്താ? നീ ഞങ്ങളുടെ കൂടെ വന്ന് സിനിമ കാണുക, അല്ലെങ്കിൽ ഈ ഇതൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ഇപ്പം പല ക്യാമ്പസിൽ എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, അവർക്ക് ലവ് അഫെയർ ഉണ്ട്. അപ്പൊ എനിക്കും എന്താ ആയാലും എന്താ, എനിക്കും അങ്ങനെയൊക്കെ പോയാൽ എന്താ, എനിക്കും ഇങ്ങനെയൊക്കെ പോയാൽ എന്താ, ഈ ഒരു വഴിയെ പോയാൽ എന്താ, എനിക്കും കുറച്ച് കള്ളത്തരമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കള്ളത്തരത്തിൽ കുറച്ച് പൈസ സമ്പാദിച്ചാൽ എന്താ, അല്ലെങ്കിൽ മനസാക്ഷിയെ വഞ്ചിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങാതിരുന്നാൽ എന്താ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ലോകത്തിന്റെ വഴിയെ പോകുന്ന പല പല പ്രവണതകൾ ഈ ലോകത്ത് പിശാച് വെച്ച് നീട്ടുന്നുണ്ട്. അപ്പൊ അവിടെ മോശ തിരിച്ചറിഞ്ഞതുപോലെ കർത്താവെ അവിടുത്തെ മുഖത്താണ്, അവിടുത്തെ സന്നിധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണത. ഈ ലോകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ഒരു തൽക്കാല ഭോഗം മാത്രം. അത് നമ്മള് അതിന്റെ 24 വായിച്ച പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി, ദൈവജനം അവര് ആരാ? യഹൂദന്മാർ അന്ന് മിസ്രൈമിലെ, ഈജിപ്തിലെ എങ്ങനായിരുന്നു അവരുടെ സ്ഥിതി? അവര് അടിമകളായിരുന്നു. അപ്പൊ ആ ദൈവജനത്തോട് ഞാൻ ഈ യഹൂദനാന്ന് പറഞ്ഞാൽ ഈ അടിമകളുടെ കൂടാണ് ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കര നിന്നയും പരിഹാസമായിരിക്കും. എന്ന് ഞാനൊരു ദൈവത്തിന്റെ മകനാണ്, അതുകൊണ്ട് ഞാനൊരു കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന തരത്തിലുള്ള പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ഒരു അസുര രാജാവായിട്ടുള്ള ഒരു മിത്തോളജി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ലോകത്തിലെ ആൾക്കാര് പൂക്കളൊക്കെ വെച്ച് അവര് പൂക്കളമൊക്കെ ഒരുക്കി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്താ, നമുക്ക് രാജാവായിട്ടുള്ള കർത്താവുണ്ട്, നമുക്ക് അസുരന്മാരുടെ രാജാവിനെ ഒന്നുമല്ല നമ്മൾ വരവേൽക്കാനായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞാൽ പല പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവരോട് യോജിച്ച് പോകാൻ ഒക്കത്തില്ല. നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല. നമുക്ക് ഈവൻ ഞാനും വൈഫ് സ്ത്രീകളെയൊക്കെ ഞങ്ങളൊക്കെ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഈ ഒരു രക്ഷയിലേക്ക് വന്ന ആൾക്കാരെ. അപ്പൊ അറിയായ്മയുടെ കാലങ്ങളിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ആൾക്കാർ. എന്നാ യഥാർത്ഥത്തിലെ കർത്താവിന്റെ വെളിച്ചം വന്നപ്പോ യഥാർത്ഥത്തില് എല്ലാത്തെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ കർത്താവാണ് എല്ലാത്തിലും ഉപരിയായിട്ടുള്ളത്. ഈ കർത്താവിന്റെ വചനമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെതായ ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ, ഓരോ സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുമെന്ന് പറഞ്ഞ കർത്താവ് ആ സത്യം ഞാൻ തന്നെ വഴിയും സത്യം എന്നുള്ള ഗ്രീക്ക് പദത്തിന് അലേത്യ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അലേത്യ എന്നുള്ള പദത്തിന് സത്യമെന്ന് യാഥാർത്ഥ്യമെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് കർത്താവ് പറയുന്നത്. ബാക്കിയുള്ള പല ഈശ്വര സങ്കല്പങ്ങളും പല ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ ഞാൻ വരവേൽക്കേണ്ടത്. അല്ലാതെ ലോകപ്രകാരമുള്ള പല അക്രൈസ്തവമായ പല കാര്യങ്ങളിലും കർത്താവ് എനിക്ക്
പങ്കെടുക്കാൻ ഒക്കത്തില്ല. പല രീതിയിലുള്ള പലതരത്തിലുള്ള ലോകത്തിന് ആൾക്കാർ ചെയ്യുന്ന രീതിയിലുള്ള പല കൊട്ടിഘോഷിക്കലുകളും പല പല കാര്യങ്ങളിലും ഒന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. അവര് ഹാപ്പി ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ച് ദൈവം അനുഗ്രഹിക്കട്ടെ, ലോഡ് ബ്ലസ് യു എന്ന് എനിക്ക് പറയാനൊക്കത്തുള്ളൂ. എന്ന് വെച്ചാല് അവരിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് ഇവര് ഭയങ്കര തീവ്രവാദികൾ വന്നേക്കുന്നു, മത തീവ്രവാദികൾ വന്നേക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ അവര് പറഞ്ഞേക്കും. പക്ഷെ അവരെന്ത് പറഞ്ഞാലും കർത്താവിന്റെ സന്നദ്ധിയിലാണ് സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. നമ്മൾ ലോകത്തിന്റെ കൂടെ ഒരു ഒത്തവേഷം ധരിക്കുമ്പോൾ, ഒത്തവേഷം കിട്ടുമ്പോൾ നമുക്കൊരു തൽക്കാലത്തേക്ക് ഒരു സന്തോഷമുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ഞാനും ഒന്ന് മോശക്കാരനായിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ കർത്താവിന്റെ വചനത്തിനായിട്ട് ഒരുപക്ഷെ ക്രിസ്തീയമായിട്ടുള്ള തന്നെ പല പാരമ്പര്യങ്ങളും, വചനവിരുദ്ധമായിട്ടുള്ള പല പാരമ്പര്യങ്ങളും ഒക്കെ നമ്മളുടെ നാമധേയ ക്രിസ്തീയതയിലൊക്കെ ഉള്ള ആൾക്കാര് വചനവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ വചനത്തിന് ചേർന്ന രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിനായിട്ടൊരു സ്റ്റാൻഡ് നിലപാടെടുക്കുമ്പോൾ അവിടെ നമ്മുടെ പാപത്തിന്റെ ഒരു തൽക്കാല ഭോഗം, മനുഷ്യമാനം എനിക്ക് വേണ്ട. പാപത്തിന്റെ തൽക്കാല ഭോഗം എന്ന് പറയുമ്പോൾ, പാപം എന്ന് പറയുമ്പോൾ ജൈവിക സുഖങ്ങൾ മാത്രമല്ല, കൺമോഹവും ജഡമോഹവും ജീവനത്തിന്റെ പ്രതാപം. ഈ ജീവനത്തിന്റെ പ്രതാപം ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളത്. മറ്റു അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്നുള്ള ആ ഒരു ജീവനത്തിന്റെ പ്രതാപം. അപ്പം ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും കർത്താവേ, അവിടുത്തെ ഇഷ്ടം എന്താണ്, അവിടുത്തെ വചനപ്രകാരം എങ്ങനെ ജീവിക്കണമെന്ന് അവിടുന്ന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നേ, അങ്ങനെ എനിക്ക് പോകണം, എനിക്ക് അവിടുത്തെ വചനത്തെ എനിക്ക് അനുസരിക്കണം. അങ്ങനെ ഒരു സമർപ്പണത്തോടെ തീക്ഷ്ണതയോട് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു കഷ്ടമുണ്ട്. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും ദൈവജനത്തിന്റെ ഞാൻ കർത്താവിനെ പിന്തുടരുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു കള്ളത്തരം ചെയ്യാനൊക്കത്തില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏർപ്പെടാൻ ഒക്കെയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ കാര്യത്തിൽ എനിക്ക് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഒറ്റപ്പെടലും നിന്നെയും പരിഹാസവും ഒക്കെ കാണും. പക്ഷെ എന്താ ഇവിടെ മോശ തിരഞ്ഞെടുത്തത്? എബ്രായർ 11:24 പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാട്ടിലും ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ക്രിസ്തുവിന് ഒരു നിന്നയുണ്ട്. മോശയ്ക്ക് ക്രിസ്തുവിന് നിന്ന ഉണ്ടായിരുന്നു. മോശ അന്ന് ക്രിസ്തുവിനും എത്രയോ വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്ന അവന് അഭിഷിക്തനായ ക്രിസ്തു വരുവാനിരിക്കുന്ന ആ മെസ്സിഹയെ വിശ്വാസഗണല കണ്ട ദൈവത്തിന്, യഹോവയായ ദൈവത്തിന് വേണ്ടി അവൻ അറിയാവുന്ന ആ ദൈവത്തിന് വെളിപ്പാടില് അവിടെ ദൈവത്തിന് വേണ്ടി ഒരു നിന്ന സഹിക്കുവാന് അവന് സാധിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളിന്ന് ലോകത്തിനോട് ഒത്തവേഷം കിട്ടുന്ന, ലോകത്തിനോട് കോംപ്രമൈസ് ചെയ്ത് വിട്ടുവീഴ്ച ചെയ്ത് പല കാര്യങ്ങളിലും നമ്മൾ പോകുന്നതിന്റെ കാരണം എന്താ? നമുക്ക് യഥാർത്ഥത്തില് ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണത എന്താണെന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്കൊരു വലിയ വ്യക്തത ഇല്ലാത്തത് കൊണ്ട്, അതുകൊണ്ട് പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നതും അതിലേക്ക് നമ്മൾ വീണു പോകുന്നത്. കൺമോഹമാകാം, അതായത് പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം പണം സമ്പാദിക്കാനായിട്ട് തെറ്റായിട്ടുള്ള രീതികളിലൂടെ, കള്ളത്തരത്തിലൂടെ, അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ച്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും ഒക്കെ തെറ്റായിട്ടുള്ള രീതിയിലൂടെ പണം സമ്പാദിക്കാനായിട്ട് നോക്കുന്നു. പിന്നെ കൺമോഹം, അതാ പണം. പിന്നെ ജഡമോഹം, പിന്നെ ജീവനത്തിന്റെ പ്രതാപം, മറ്റു മനുഷ്യമാനെ അന്വേഷിച്ച് വേറെ പല കാര്യത്തിലുമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തില് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ സന്നിധിയിലുള്ള, കർത്താവിന്റെ മുഖത്തുള്ള ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടം. അതിനായിട്ട് നമ്മൾ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവിന്റെ മുഖത്താണ് സന്തോഷ പരിപൂർണത നമ്മളിപ്പം വായിച്ചു. അപ്പൊ അതിന് തൊട്ട് മുമ്പ് പറയുന്ന വാക്യം എന്താ? എങ്ങനെ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാല് അവിടെ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ 16 സങ്കീർത്തനത്തിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ 11 വാക്യത്തില് ജീവന്റെ മാർഗത്തെ നീ എനിക്ക് കാണിച്ചു തന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പം ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ എത്ര മാർഗങ്ങളുണ്ട്? ഒരു വഴിയേ ഉള്ളൂ. ആ വഴി ആരാണ്? ആ വഴി എന്ന് വെച്ചാൽ പിതാവിന്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള ഒരേ ഒരു വഴി ആരാ? യേശു ക്രിസ്തു എന്ന് നമുക്കറിയാം. നമ്മളവിടെ വായിക്കുന്നുണ്ട് ജീവന്റെ മാർഗം എന്നുള്ളൊരു പദപ്രയോഗം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ജീവന്റെ മാർഗം കർത്താവ് തന്നെയാണ് വഴി. കർത്താവിലൂടെയാണ് നാം പിതാവിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷത്തിലേക്ക് തന്നെ. പിന്നെ ആ ജീവന്റെ മാർഗം എന്നുള്ള ആ ഒരു പദപ്രയോഗം നമ്മൾ പിന്നീട് എബ്രായ ലേഖനത്തില് അതിന്റെ 10-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങൾ നോക്കുവാണെങ്കിൽ പുതിയതും ജീവനും ഉള്ള ഒരു വഴി എന്ന് അവിടെ ഒരു പദപ്രയോഗം കാണുന്നുണ്ട്. പുതുതും ജീവനുമായിട്ടുള്ള വഴിയിലൂടെയാണ് കർത്താവ് തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു വഴി സ്ഥാപിച്ചത് എന്നുള്ളൊരു കാര്യവും നമ്മളവിടെ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് കർത്താവിന്റെ സന്നിധിയിലേക്കുള്ള ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുവാനുള്ള വഴി അത് യേശു തന്നെയാണ് ആ വഴി. എന്നാ യേശു പറഞ്ഞു
എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിക്കുകയാണെങ്കിൽ അവന് ക്രൂസ് എടുത്ത് അവൻ ദിനവും ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് ലൂക്കോസ് 9:23 പറയുന്നുണ്ട്. ആ ഒരു ക്രൂസിന്റെ ഒരു വഴിയുണ്ട്. ആ ക്രൂസിന്റെ വഴിയെ കുറിച്ച് ഇവിടെ എബ്രായർ 10:19-20 നമ്മൾ എന്താ വായിക്കുന്നത് വെച്ചാൽ, അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ, ദേഹം എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ഗ്രീക്കില് സാക്സ് എന്നുള്ളൊരു പദമാണ്, ജഡം എന്ന് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ജഡം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച് ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, വിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം, പഴയ നിയമത്തില് അവിടെ ആലയത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലം ഉണ്ടായിരുന്നു, പ്രാകാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് ഒരു തിരശ്ശീലയുടെ വിശുദ്ധ മന്ദിരം, ഹാഗിയാസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഗിയാസ് എന്നുള്ള പദത്തിന് അതിവിശുദ്ധ സ്ഥലം എന്നാണ് അവിടെ യഥാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തേണ്ടത്. മോസ്റ്റ് ഹോളി പ്ലേസ് എന്നാണ് KJV-യിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കർത്താവ് മെൽക്കിസദീക്കിന് ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനായിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഒരു കാര്യമാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോ അവിടെ വായിക്കുന്ന ആ കർത്താവ് തന്നെ ജഡമാകുന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട്, ദേഹം എന്നുള്ള തിരശ്ശീല എന്നുള്ളത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ജഡമാകുന്ന തിരശ്ശീല ചീന്തിക്കൊണ്ടാണ് കർത്താവ് ആ വഴി സ്ഥാപിച്ചത്. എന്ത് ജഡമാകുന്ന തിരശ്ശീല? കർത്താവിന്റെ ജഡം ചിന്തപ്പെട്ടത് എങ്ങനെയാണ്? ജഡം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോ കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. യോഹന്നാൻ 6:38 കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, ഞാന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് വായിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് കർത്താവ് ഈ ഭൂമിയില്, കർത്താവ് സർവശക്തിയുള്ള സകല സമ്പൂർണനായിട്ടുള്ള ദൈവമാണ്, ആ പിതാവിനുള്ള സമനാണ്. ഇന്ന് ആ പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് തന്നെ ഒഴിച്ച് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. അത് നമ്മള് ഫിലിപ്പിയർ 2:6-7 വാക്യങ്ങളിൽ വായിക്കുന്ന, പിതാവിനോട് സമനായിരിക്കും, ആ സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് ഒരു ദേഹരൂപത്തിൽ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിന് എന്തുണ്ടായിരുന്നു? സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് കർത്താവ് വചനമായിട്ട് ആദ്യം മുതലേ ആയിരുന്നപ്പോ, ദൈവത്തിന്റെ പിതാവിന്റെ വചനമായിട്ടായിരുന്നപ്പം യേശുവിന്റെ ഇഷ്ടവും പിതാവിന്റെ ഇഷ്ടവും ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ പിന്നെ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോ കർത്താവ് പറയുവാണ്, എന്റെ ഇഷ്ടം പോലല്ല, പിതാവിന്റെ ഇഷ്ടം പോലെ അത്രേ എന്നിവിടെ വായിക്കുന്നത്. നമ്മള് ഗെത്സമനെ തോട്ടത്തില് മത്തായി 26:39 അത് വായിക്കുന്നുണ്ട്. എന്റെ ഇഷ്ടം പോലല്ല, പിതാവിന്റെ ഇഷ്ടം പോലെ. അപ്പം താൻ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നപ്പോൾ തനിക്ക് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. അതാ നമ്മളിവിടെ യോഹന്നാൻ 6:38 നമ്മളത് വായിച്ച്, അതാ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അത് എന്റെ ഇഷ്ടം ചെയ്യാൻ, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ്. അപ്പൊ എനിക്ക് മനുഷ്യൻ എന്ന നിലയിൽ എന്റേതായ ഒരു ഇഷ്ടമുണ്ട്, എന്നാൽ അത് ചെയ്യാനല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് നമ്മളവിടെ യോഹന്നാൻ 6:38 വായിച്ചത്. ഈവൻ യോഹന്നാൻ 5:30 അതേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇത്ര ഇഷ്ടം അത്രേ ഞാൻ അന്വേഷിക്കുന്നതെന്ന് യോഹന്നാൻ 5:30 വാക്യം. ഇഷ്ടമല്ല, അയച്ചവന്റെ ഇഷ്ടം എത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകും. അതെ, അതിന്റെ ആ യോഹന്നാൻ 5:30 അവസാനം അത്, ഞാൻ എന്റെ ഇഷ്ടമല്ല, പിന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. അപ്പം യേശുവിന് ഞാൻ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോ ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഈ ദൈവത്തിന്റെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയിലേക്ക് വരുവാന് എന്തുണ്ട്? അതിന് തടസ്സമായിട്ട് ലോകത്തിന്റെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം ഒക്കെ ഉണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയിരിക്കുന്നു, ജീവന്റെ മാർഗം ഒരുക്കിയിരിക്കുന്നു. ആ ജീവന്റെ മാർഗം എന്ന് പറയുന്നത് അത് കർത്താവിന്റെ ജഡമാകുന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് കർത്താവ് ഒരു ജീവനുള്ള പുതുവഴി ഒരുക്കിയിരിക്കുന്നതാണ് വായിക്കുന്നത്. ആ പുതുവഴി എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ ജഡം ചീന്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ജഡം എന്നുള്ള വാക്ക്, ഫ്ലഷ് എന്നുള്ള ആ വാക്ക്, അത് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് നമ്മുടെ സെൽഫാണ്, നമ്മുടെ സ്വയജീവൻ. കർത്താവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. താൻ ഭൂമിയിൽ വന്നപ്പോൾ സ്വന്തമായിട്ട് തനിക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് അത് ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്തു. ഇത് യോഹന്നാൻ 5:19-20 വാക്യങ്ങളിൽ ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് മാത്രമേ എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറയുമ്പം ഒരു മനുഷ്യൻ നിലയിൽ തനിക്ക് സ്വാഭാവികമായിട്ട് തന്റെ യുക്തിയിലൂന്നി പല കാര്യങ്ങളും കർത്താവിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ കർത്താവ് അത് ചെയ്യാതെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രൂസ് ഉണ്ട്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ക്രൂസ് എടുത്ത് അനുഗമിക്കട്ടെ എന്ന് ഞാനിപ്പം ലൂക്കോസ് 9:23 ഞാൻ കോട്ട് ചെയ്തു. എന്താ ഈ ക്രൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മളത് ത്യജിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ക്രൂസ് എടുക്കൽ എന്ന് പറഞ്ഞാൽ. ക്രോസിന് എത്ര പ്ലാങ്സ് ഉണ്ട്? 2 പലകകളുണ്ട് അല്ലേ?
നമ്മുടെ ഹൊറിസോണ്ടൽ, തിരശ്ചീനവും ലംബവും എന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ പറയും. തിരശ്ചീന അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണെങ്കിൽ, ലംബമായിട്ടുള്ള പ്ലാങ്ക് അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള എന്റെ ആ പലക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ചിന്തിച്ചാൽ, എനിക്ക് ഓരോ കാര്യത്തിലും എന്റെ സ്വന്തം ഇഷ്ടം, കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം, പണം മനുഷ്യമാനം ജടിക സുഖങ്ങൾ, ഇതിലേക്ക് പോകാനുള്ള ഒരു ജഡവ എനിക്കുള്ളത്. എന്നാ ഓരോ സമയത്തും ഞാൻ കർത്താവിന്റെ മുഖത്തെ, കർത്താവിന്റെ സന്നിധിയിലെ ആനന്ദ പരിപൂർണതയിലേക്ക് ഞാൻ വരണമെങ്കിൽ കർത്താവ് എനിക്കൊരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. അത് എന്തിന്റെ മാർഗം എന്ന് വെച്ചാൽ ക്രൂസിന്റെ മാർഗമാണ്. ആ ക്രൂസിന്റെ മാർഗം എന്ന് പറഞ്ഞാല് അതിലെ ആ യേശു തന്റെ ജഡമാകുന്ന തിരശ്ശീല, ആ തിരശ്ശീലയെ ജഡത്തോട് ഉപമിച്ചിരിക്കുക. ആ അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശ്ശീല ജഡത്തോട് ഉപമിച്ചിട്ട് ആ തിരശ്ശീല തന്റെ ജീവിതത്തിൽ യേശു അങ്ങ് ചിന്തി. അതിന്റെ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് അവസാന ശ്വാസം എടുത്തപ്പോഴാണ് ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തിയതായിട്ട് നമ്മൾ മത്തായി 27-51 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് ചീന്തപ്പെട്ടതായിട്ട് വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഒരു ചീന്തന നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു പൂർത്തീകരണമാണ് അവസാന ശ്വാസം പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോ ആ തിരശ്ശീലയുടെ ആ സ്റ്റിച്ചസ് എല്ലാം വേർപെട്ട് നമുക്കൊരു വഴി, ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനുള്ള ഒരു വഴി കർത്താവ് നമുക്ക് ഒരുക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ ഉള്ളത്? ആനന്ദത്തിന്റെ പരിപൂർണത. അവിടെ കർത്താവിന്റെ മുഖത്തെ കണ്ട് ആ മുഖത്തുള്ള കർത്താവിന്റെ മുഖം നമ്മളെ സന്തോഷപൂർണ്ണമാക്കുന്നതിലും അവിടാണ് യഥാർത്ഥത്തിലുള്ള ആത്മനിറവുള്ളത്. നമ്മൾ പലപ്പോഴും പാട്ട് പാടുകയും ഡ്രംസ് അടിക്കുകയും കൈകൊട്ടി പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമോഷൻസിൽ, നമ്മുടെ ദേഹിയുടെ തലത്തിൽ, നമ്മുടെ ദേഹിയുടെ തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ സ്ഥലമാണ് ദേഹിയെ കുറിക്കുന്ന കാര്യം. പ്രാകാരം നമ്മുടെ ദേഹത്തെ കുറിക്കുന്നത്, അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മാവിനെ കുറിക്കുന്നത്. അപ്പൊ ദേഹിയുടെ തലത്തിൽ നമ്മൾ പാട്ട് പാടുകയും നമ്മൾ കൈകൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദേഹിയുടെ തലത്തിലുള്ള ഇമോഷൻസ് സ്റ്റേർഡ് അപ്പ് ആവുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ദേഹിയുടെ തലത്തിലുള്ള ഒരു ഇളക്കപ്പെരുപ്പം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് വേണം? അവിടെ എന്റെ ഇഷ്ടമല്ല കർത്താവേ, അവിടുത്തെ ഇഷ്ടം. ഞാൻ എന്നെ തന്നെ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഓരോ കാര്യത്തിലും എനിക്ക് എന്റേതായ പല ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവിടെ ഞാൻ എന്നെ തന്നെ ഒരു പട്ടപൂജ്യമായിട്ട് താഴ്ത്തുന്ന കർത്താവേ, എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ. കർത്താവേ, അവിടത്തേക്കെല്ലാം അറിയാം. ഏത് ഗുണമെന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണേ നമ്മൾ പാടുന്നുണ്ട്. എന്നാ ഓരോ കാര്യത്തിലും കർത്താവേ, ഇപ്പം നമുക്ക് കോപിക്കാൻ ഒരു സാഹചര്യം വരുന്നു. നമ്മളുടെ ജീവിത പങ്കാളി, നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് തിരിച്ച് നമ്മുടെ ജഡത്തിൽ നിന്ന് 2 വാക്ക് പറയണോ, എനിക്ക് എന്നാലും അച്ഛൻ അറിയത്തില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് അതുപോലെ തട്ടിക്കേറി നീ അപ്പൊ അല്ലെങ്കിലും ഇങ്ങനെ പറയത്തുള്ളത് എനിക്കറിയാം, നീ എന്നെ കുറിച്ച് അല്ലെങ്കിൽ കുറ്റം പറയും, നീ എന്നെ കുറ്റപ്പെടുത്തും. അങ്ങനെ ജഡത്തിൽ നിന്ന് പ്രതികരിക്കാനാണ് നമ്മൾ. ഈ ജഡത്തിന് പ്രതികരിക്കുന്നതാണ് എന്താ? ഈ ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞ ഈ ജഡത്തിൽ നിന്ന് പ്രതികരിക്കുന്ന കാര്യമാണ്. ഈ ജീവനത്തിൽ പ്രധാനിച്ച് ഞാനാകുന്ന വിഗ്രഹത്തെ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ നമുക്ക് അങ്ങ് പെട്ടെന്ന് ദേഷ്യം വരുന്നു, കോപം വരുന്നു, അല്ലെങ്കിൽ ആകുല ചിന്തകൾ. അയ്യോ നാളെ എന്താവും, മക്കളുടെ കാര്യം എന്താവും, കൊച്ചുമക്കളുടെ കാര്യം എന്താവും, മറ്റേ കാര്യങ്ങളൊക്കെ എന്താവും. ഇതെല്ലാം ഈ ജീവനത്തിന്റെ പ്രതാപത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. നമ്മളെ ഈ കർത്താവിന്റെ സന്നിധിയിലുള്ള സന്തോഷം പരിപൂർണ്ണതയിൽ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളുടെ പ്രായമായിട്ടുള്ള പല, ഇപ്പൊ നമുക്ക് ആകുലപ്പെടാനും ടെൻഷൻ അടിക്കാനും കുപ്രാണപ്പെടാനും ഒക്കെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ വരുന്നു. അല്ലെങ്കിൽ ചിലരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലോ, അവരെന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, എനിക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, അതുകൊണ്ട് എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പ്രതാപത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ആകുല ചിന്തകള്, അല്ലെങ്കിൽ കോപം, കയ്പ്, വെറുവെറുപ്പോ, എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ 10 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല. നമുക്ക് ഭയങ്കര പെറുവെറുപ്പ്, അയ്യോ ഇങ്ങനെ കാലാവസ്ഥ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാർ ഇങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് വീട്ടുകാരെന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, എന്റെ അമ്മായിയും ഇങ്ങനെ ചെയ്യുന്നു, എന്റെ മരുമോൾ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താണ് പല പരാതികളും പിറുവെറുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ ജഡത്തിലുള്ള, നമ്മുടെ ഈ ജഡമാകുന്ന തിരശ്ശീലയിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജഡത്തില് അതിൻ്റെതായ പല രാഗമോഹങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാ കർത്താവ് നമ്മളെ ഇതിനോടെ വിളിക്കുന്നത്. നമ്മൾ ഈ കോപിക്കുകയും ദേഷിക്കുകയും കൈപ്പാട്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു ജഡത്തിൽ ഒരു സന്തോഷമുണ്ട്. അത് പാപത്തിൽ ഒരു തൽക്കാലം ഭോഗം മാതിരിയാണ്. എന്നാൽ കർത്താവ് നമ്മൾ വിളിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ആത്മാവിന്റെ തലത്തിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ നിറവിലുള്ള ഒരു സന്തോഷപൂർണ്ണതയിലേക്ക് വരാൻ വേണ്ടിയാണ്. നമ്മള് ഇപ്പം പാട്ടുപാടുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്യുന്ന ശരിയാണ്. നമ്മൾ കൈകൊട്ടി പാട്ട് പാടുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു, നല്ല കാര്യം. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിത പച്ചയായിട്ടുള്ള പല പല ജീവിത സാഹചര്യങ്ങളിൽ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മള് ഇതെല്ലാം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല,
സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന മത്തായി 7:21 കർത്താവ് ഗിരിപ്രഭാഷണത്തിന്റെ ഒടുക്കത്തോട് കർത്താവ് പറയുന്നത്. നമുക്ക് കർത്താവിനെ വിളിക്കാം. നമ്മൾ കർത്താവിന്ന് വിളിക്കുന്നു, കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന് നമുക്ക് ശരിയായ ഉപദേശം ഉണ്ടെന്ന് പറയാം. കർത്താവിന്ന് വിളിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ട് കർത്താവെ ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷേ പിതാവിന്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ചിലരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചിലരോട് അവരെ എനിക്ക് കണ്ടുകൂടാ, അല്ലെങ്കിൽ എനിക്ക് പല കാര്യത്തെ കുറിച്ച് ടെൻഷനും വെപ്രാളവും അവലാതി, അല്ലെങ്കിൽ എനിക്ക് കോപവും ദേഷ്യവും ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ചൊരു പാപബോധം ഇല്ലാതെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കോപിച്ചാൽ അത് കൊലപാതകത്തിന് തുല്യമാണെന്ന് കർത്താവ് പറയുന്നത്. അതായത് നമ്മളെ മത്തായി 5 ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് ഞാൻ അങ്ങനെ കൺക്ലൂഡ് ചെയ്യട്ടെ. മത്തായി 5-ാം അധ്യായത്തില് കോപത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള വലിയ സന്തോഷത്തിന്റെ പരിപൂർണതയെ തടസ്സപ്പെടുത്തുന്ന നമ്മളുടെ വലിയൊരു പാപമാണ് കോപവും മോഹവും ഒക്കെ. അത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ആദ്യം തന്നെ പറയുന്നത്. അവിടെ മത്തായി 5:22-21 കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ, മത്തായി 5:21 കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുന്ന പൂർവികന്മാരെ അരുളി ചെയ്തിട്ടുണ്ട്, പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനല്ല ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പൊ കൊല ചെയ്യുന്നതിന്റെ അതേ ഇക്വലന്റ് ആയിട്ടാണ് ഇവിടെ കോപിക്കുന്ന കാര്യം കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് കർത്താവ് വളരെ അങ്ങ് ഉയർത്തിയിരിക്കുക. പഴയ നിയമത്തിലെ മോശ അങ്ങനെ പറഞ്ഞു. എന്നാൽ പഴയ നിയമം മോശ കൊണ്ടുവന്നുണ്ടെങ്കിൽ പുതിയ നിയമം യേശു കൊണ്ടുവന്നപ്പോൾ അത് അതിന്റെ സ്റ്റാൻഡേർഡ് അത്രയും അങ്ങ് ഉയർന്നു. എന്നുവെച്ചാൽ നമുക്ക് അത്രയും ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ പകർന്ന് നമ്മുടെ അത്രയും വലിയൊരു ആനന്ദ പരിപൂർണതയുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ കർത്താവ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് തടസ്സമായിട്ടായി കോപവും മോഹവും ആകുല ചിന്തകളും പലവിധമായിട്ടുള്ള പാപങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ തളച്ചിടുന്ന ഈ ലോകത്തിലേക്ക്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലുള്ള കർത്താവിന്റെ മുഖത്തുള്ള ആനന്ദ പരിപൂർണതയിലേക്ക് നയിക്കാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവ് അപ്പൊ ആ പാപത്തിന്റെ ഗൗരവം പറയാൻ വേണ്ടി കർത്താവ് പറയുക, നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകണമെങ്കിൽ ഇതേ 3 സ്റ്റെപ്പ് ഇതേ കാണിച്ചു തരാം. സഹോദരനോട് കോപിച്ച ന്യായവിധിക്ക് യോഗ്യനാകും. പിന്നെ സഹോദരനോട് നമ്മളാരും നിസ്സാരാന്നൊന്നും പറയത്തില്ല, എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്, വായി വരുന്നത്. അപ്പൊ എന്തായാലും കോപത്തിലുള്ള ഒരു വാക്ക്, ആദ്യം ഹൃദയത്തിൽ കോപം ഉണ്ടായി, പിന്നെ വാക്കില് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മക്കളോടായിരിക്കും, ചിലപ്പോൾ മരുമക്കളോടായിരിക്കും, ചിലപ്പോൾ അളിയനോടായിരിക്കും, ചിലപ്പോൾ ഭാര്യയോടായിരിക്കും, ഭർത്താവിനോടായിരിക്കും, ആരോടെങ്കിലും ആയിരിക്കും. അപ്പൊ നിസ്സാര എന്ന് പറയുമ്പോൾ ന്യായാധിപനും അതിനും വലിയ കുറ്റമാണ്. ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നിസ്സാരം എന്ന് പറഞ്ഞ പോരാ, കുറച്ച് 2 വാക്ക് കൂടെ പറയണമെന്ന് പറഞ്ഞ് പിന്നെയും ചെന്ന് എന്തെങ്കിലും പറയുമ്പോ ചിലര് കോപിക്കുന്നുണ്ടല്ലേ, ആദ്യം ഒന്ന് പറഞ്ഞ് അതിന്റെ തൃപ്തിയായി, ആദ്യം ഹൃദയത്തിൽ കോപം വന്നു, പിന്നെ വാഗോണ്ട് പറഞ്ഞു, പിന്നെയും തൃപ്തിയായില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ 2 വാക്ക് ഒന്നുകൂടെ പറയട്ടെന്ന് പറയും, പിന്നെ ഒരു വാക്ക് പറയുന്നത് അതാ പറഞ്ഞു മൂട എന്ന് പറഞ്ഞാലും എങ്ങോട്ട് ചെന്നു ആ ഒരു അവസ്ഥയിൽ അങ്ങ് പോയാൽ നമ്മുടെ നരകത്തിന് യോഗ്യനാകുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയും. ഇത് ആരോടാ പറയുന്നത് വെച്ചാല് 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ അടുക്കൽ വന്നു എന്നാ പറയുന്നത്. തന്റെ ശിഷ്യന്മാരോടാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സ്വർഗസ്വനായ പിതാവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ക്ഷമിക്കുന്ന കാര്യമൊക്കെ ദൈവമക്കൾ എന്ന നിലയിൽ അവരോട് പറയുക, ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എത്ര ക്രിസ്തീയ വിശ്വാസികള് വീണ്ടുജനനം പ്രാപിച്ചതെന്ന് പറയുന്നവരും ഈ ബൈബിൾ വിശ്വസിക്കുന്ന പറയുന്നവരും എന്തുമാത്രം അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കർത്താവ് മോഹിക്കുന്ന കാര്യമൊക്കെ അതിന്റെ താഴോട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും പരിപൂർണരായിട്ടില്ല. എന്നാ ആ പാപത്തിന്റെ ഗൗരവം കണ്ടയോ, ഇത് യഥാർത്ഥത്തില് കർത്താവിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന കാര്യങ്ങളാണ്. കർത്താവിന്റെ സന്നിധിയിൽ ആ ഒരു പരിപൂർണത, ആ പരിപൂർണമായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കോപവും മോഹവും ആകുല ചിന്തകളും കയ്പും വിരോധവും അസൂയയും പകയും വിദ്വേഷവും പൊറുവെറുപ്പും ഒക്കെ എന്റെ ജഡത്തിലുള്ളത്. ഈ ജഡമാകുന്ന തിരശ്ശീല, കർത്താവ് ജഡമാകുന്ന തിരശ്ശീല ചിന്തി ഒരു ജീവനുള്ള മാർഗം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന് കർത്താവെ എനിക്ക് ഒരു ജഡമാകുന്ന ഒരു തിരശ്ശീലയുണ്ട്. എന്റെ ജീവിതത്തിൽ ആ ജഡം ആകുന്ന ആ ഒരു തിരശ്ശീലയാണ് എന്നെ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ആ സന്തോഷ പരിപൂർണതയിൽ നിന്ന് വിലക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് കർത്താവെ എനിക്ക് ആ ജഡത്തെ, അതായത് എന്റെ സ്വന്തം ഇഷ്ടത്തെ എനിക്ക് അങ്ങ് യാഗമായിട്ട് അർപ്പിക്കണം, എന്റെ ഇഷ്ടം പോലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്തിന് താഴ്ത്തി ഇരിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ദൈവത്തിന്റെ വചനമാകുന്ന വാള്, കർത്താവിന്റെ വചനത്തെ ഇരുവായുത്തലുള്ള ഇത് വാളിനേക്കാൾ മൂർച്ചയുള്ളതെന്ന എബ്രായർ 4:12 ആത്മാവിന്റെ വാളെന്ന എഫേസ്യർ 5:16-17 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മളതിനെ താഴ്ത്തി ഇരിക്കുമ്പം ഈ കർത്താവിന്റെ ജഡമാകുന്ന കർത്താവിന്റെ വാള്, ഇരുവായുത്തലയുള്ള വചനമാകുന്ന വാള് നമ്മുടെ ജഡത്തെ, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ, ആ ഒരു ഹാർഡ് ഷെല്ലായിട്ടുള്ള നമ്മുടെ
ഞാൻ എന്നുള്ള ആ ഒരു ഭാവത്തെ, ഞാൻ അഹംഭാവം, നമ്മൾ അഹങ്കാരം എന്ന് പറയത്തില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹംഭാവം, അഹം എന്ന ഭാവം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ആ ഒരു നമ്മുടെ ഒരു ഈഗോ. ഞാൻ അങ്ങനെ, എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അയ്യോ എന്നെ അവർ വിളിച്ചില്ല, എന്നെ കണ്ട് ചിരിച്ചില്ല, എന്നെ കണ്ട് മിണ്ടിയില്ല, അങ്ങനെ നമുക്ക് പല പരാതികളും പിരിവുകൾക്കും പല, അയ്യോ വന്നാലും എന്നെ കുറിച്ച് അവർ ഇങ്ങനെ പറഞ്ഞല്ലോ. ചില പല സഹോദരങ്ങളും ഒക്കെ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ അമ്മായിമ്മ മരുമോൾ പ്രശ്നമായിട്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ചിലപ്പോൾ വളരെ സിൻസിയർ ഒരു സഹോദരി പറഞ്ഞു, എനിക്ക് എല്ലാവരോടും ഈ ഭൂമിയിൽ ക്ഷമിക്കാനൊക്കെ, എനിക്ക് അമ്മായിയെന്ന് മാത്രമേ ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ അവർ ആ സഹോദരിയുടെ ആ സത്യസന്ധത ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്ക് ക്ഷമിക്കണമെന്നുണ്ട്, പക്ഷെ വീണ്ടും ആ ഇതിങ്ങനെ തികട്ടി വരുന്നത്. എന്നാലും എൻ്റെ അടുത്ത് അമ്മായിമ്മ അന്ന് എനിക്ക് എനിക്ക് നല്ല ഭക്ഷണം തന്നില്ല, ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വലിച്ച് ഏതാണ്ട് എടുത്ത് തന്നു. ചെറിയ മേ ബി എന്നാ ഇപ്പം ഞാൻ പറഞ്ഞ സൗദി നമ്മളാരും കല്ലറിയ നമ്മളാരുമല്ല, നമ്മുടെ എല്ലാവരും വലിയ ഇടത്തിലുള്ളവരാ. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ തികട്ടി വരുമ്പോഴും കർത്താവെ ഞാൻ ക്ഷമിക്കുന്നു. അത് ചിലപ്പോൾ അറിയാതെ തന്നെയായിരിക്കും, പറഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും സാരമില്ല കർത്താവെ, ഞാൻ ഇതിനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്റെ ഈ ജഡമാകുന്ന തിരശ്ശീലയെ ഇവിടെ അങ്ങ് ചീന്തുവാനായിട്ട് കർത്താവെ, എനിക്ക് അവിടുത്തെ സന്നിധിയിൽ ആനന്ദ പരിപൂർണതയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ജഡമാകുന്ന തിരശ്ശീല അത് ഒരു ആജീവനാന്ത പ്രോസസ്സ്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റിച്ച് വിട്ടെന്ന് പറയാം തിരശ്ശീലയിൽ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു പരിധിയിൽ ഒരു പ്രവേശനം ലഭിച്ചു. എന്നാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ വസിക്കണമെങ്കിൽ അത് ദിവസവും ക്രൂശെടുത്ത് അനുഗമിക്കണം എന്ന് പറയുമ്പോൾ ദിവസവും നമ്മളുടെ ഒരു സ്വന്തം ഇഷ്ടം പല പല സാഹചര്യങ്ങളിൽ ചിലർ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ ആ സമയങ്ങളിലൊക്കെ കർത്താവെ എന്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനമാകുന്ന വാള് നമ്മളുടെ ജഡത്തെ ചീന്തുന്നതും. ആ വചനമാകുന്ന വാളില് അവിടെ ഒരു അഗ്നിയുണ്ട്. അഗ്നിയുടെ ജ്വാലയുള്ള വാളുമായിട്ട് കെരൂബിനെ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാനായിട്ട് നിർത്തിയതായിട്ട് നമ്മൾ ഉൽപ്പത്തി 3:24 വായിക്കുന്നത്. ഏകദേശം പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള ഒരു വാളാണ് ഈ വചനം എന്ന വാള്. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ദൈവത്തിന്റെ വചനത്തിനായിട്ട്, ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന് ഇഷ്ടം, ആ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജ്വാല യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളെ, ചിലപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള മേഖലകളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും, ചില പാപ സ്വഭാവങ്ങൾ. കർത്താവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലയിലും കർത്താവ് എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മെ തന്നെ യഥാർത്ഥത്തിൽ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് യഥാർത്ഥത്തിൽ ഒന്ന് നിറയുന്നത്. അത് ഹനനയാഗം എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. അവിടെ ലീഗർ 1-ാം അധ്യായത്തിൽ ഹനനയാഗം അവിടെ അംഗപ്രത്യംഗമായിട്ട് കാളയോ ഒക്കെ അവര് അറുത്ത് വെക്കുമ്പോഴാണ് അവിടെ സ്വർഗത്തിന്റെ അഗ്നി വന്ന് ആ ഹനനയാഗം ഭക്ഷിച്ചതെന്ന് പറയുന്നത് പോലെ നമ്മെ തന്നെ യഥാർത്ഥത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നത്. മറ്റേ നമ്മൾ ചാടും പ്രാർത്ഥിക്കുന്നു എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിൽ, നമ്മുടെ ദേഹിയുടെ തലത്തിൽ നമുക്കൊരു ഉണർവ് മാതിരി വരാം. പക്ഷെ അത് ദേഹിയുടെ തലത്തിലൊരു താൽക്കാലികമായിട്ടുള്ള ആ പാട്ടും കീബോർഡും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും ആ ഉണർവ് അങ്ങ് പോകും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മെ തന്നെ നിരന്തരമായിട്ട് ഓരോ സമയത്തും ജീവനുള്ള യാഗമായിട്ട് നമ്മൾ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും നിറയുന്നതും ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നു. വീടുകൾക്ക് പറഞ്ഞാൽ നാം സ്വർഗത്തിന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു. അതാ ജീവന്റെ മാർഗം നീ എനിക്ക് കാണിച്ചു തരും. ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരണം ഓരോ സമയത്തും ജീവന്റെ മാർഗം ഏതാണ്. ഈ പോക്കുവഴി, പരീക്ഷയോടുകൂടി പോക്കുവഴിയും ഒരുക്കുന്നു എന്നൊക്കെ 1 കൊരിന്ത്യർ 10:13 പറയുമ്പോൾ ഈ പോക്കുവഴി എന്ന് പറഞ്ഞാൽ ഈ ജീവന്റെ മാർഗമാണ്. ഓരോ സമയത്തും കർത്താവ് പോയ മാർഗം, ചില സമയത്ത് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം, ചില സമയത്ത് എങ്ങനെ മിണ്ടാതിരിക്കണം. ഓരോ കാര്യത്തിലും നമ്മള് കർത്താവ് പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാനും, ചിലപ്പോൾ കാരുണ്യത്തോടെ, ചിലപ്പോൾ ആ ഒരു ആത്മാവിലെ കാർക്കശ്യത്തോടെ, തീക്ഷ്ണതയോടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കാണാം. ആ സമയത്തൊക്കെ കർത്താവ് ജീവിച്ചതുപോലെ പെരുമാറാനും പറയാനും ഒക്കെ ഉള്ള ആ ഒരു കാര്യങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളെ ആ കാര്യങ്ങളിലേക്ക് നയിക്കും. അവിടെ ജീവന്റെ മാർഗം കർത്താവ് എനിക്ക് കാണിച്ചു തരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മുഖത്ത് ആനന്ദത്തിന് പരിപൂർണതയുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മുഖം നമ്മളെ ആനന്ദ പരിപൂർണരാക്കും. പിന്നെ കർത്താവിന്റെ വലത് ഭാഗത്ത് ആരാ ഉള്ളേ? കർത്താവിന്റെ കാന്തയാ ഉള്ളേ. അവിടെ കർത്താവിന്റെ വലത് ഭാഗത്ത് നിത്യപ്രമോദങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ യേശുവിന്റെ കാന്തയായിട്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഇന്റിമസി, കർത്താവിനോടുള്ള ഒരു ക്ലോസ്നെസ്, ആ ഒരു അടുപ്പത്തിലേക്ക്, സാമീപ്യത്തിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഒരു വാക്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കേട്ട വചനത്തിന് പ്രാർത്ഥിക്കാൻ സ്നേഹം പിതാവേ, കർത്താവേ, അവിടുത്തെ മുഖം ഞങ്ങളെ ആനന്ദ പരിപൂർണരാക്കുമല്ലോ.
ഈ ലോകത്തിന്റെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപവും ഞങ്ങളെ മാടി വിളിക്കുന്നുണ്ട്. എല്ലാം കർത്താവെ പല കോപവും കയ്പും പല പരാതികളും ഒക്കെ കർത്താവെ പുറകുറുപ്പും പല ആകുല ചിന്തകളും കർത്താവെ തെറ്റായിട്ടുള്ള ചിന്തകളും മനോഭാവങ്ങളും ശീലങ്ങളും ഒക്കെ ഞങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് കർത്താവെ വരുന്നതെല്ലാം തടസ്സപ്പെടുത്തിയിരിക്കുന്നല്ലോ. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുന്ന് തന്നെ ഞങ്ങളെ വിടുവിക്കണം. അവിടുത്തെ ആ വചനമാകുന്ന വാള് കർത്താവെ ഞങ്ങളുടെ പാപച്ചങ്ങലകളെയൊക്കെ അറുത്തെറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ജഡമാകുന്ന ഞങ്ങളുടെ ആ സ്വന്തം ഇഷ്ടമാകുന്ന തിരശ്ശീലയ്ക്ക് അങ്ങ് ചീന്തട്ടെ കർത്താവ്. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിലേക്ക് കർത്താവ്, അവിടുത്തെ ആ പരിശുദ്ധാത്മാവിന്റെ ജ്വാല, ആ വചനത്തിലെ ആ വാളിന്റെ ജ്വാല ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് കർത്താവെ ഞങ്ങള് അവിടുത്തെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് വേണം. അങ്ങേ കാണുന്ന ഒരു അനുഭവം ആത്മാവില് കർത്താവെ. ആ വചനമാകുന്ന കണ്ണാടി യേശുവിനെ കാണുവാൻ, യേശു എങ്ങനെ സംസാരിച്ചു, യേശു എങ്ങനെ പെരുമാറി, കർത്താവ് ഇങ്ങനെ കാരുണ്യത്തോടായിരുന്നു, കർത്താവ് ഇങ്ങനെ കാർക്കശ്യത്തോടു കൂടിയായിരുന്നു എന്നൊക്കെ അങ്ങേ യഥാർത്ഥത്തിലെ കർത്താവ് ഞങ്ങളുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും അങ്ങനെ കണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ അവിടുത്തെ കാന്തയായിട്ട് കർത്താവെ ആ വലുതമായിട്ടുള്ള നിത്യപ്രമോദങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവെ മുമ്പോട്ട് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരില്ല, നിങ്ങൾ ഓരോരുത്തരും അതിനായിട്ട് സഹായിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക്, ഒരു യാഥാർത്ഥ്യത്തിലുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക്, പുറമേ ഉള്ള എന്തെങ്കിലും ഒരു പ്രകടനമായിട്ടല്ല കർത്താവെ, മറിച്ച് ആത്മാവിലുള്ള ഒരു നിറവോടെ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവിന്റെ വചനം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ വഴി നടത്തണം. പ്രാർത്ഥനയുടെ നമുക്ക് സ്തുതിക്കുന്ന എല്ലാ ഈശ്വരങ്ങളെ മാത്രമേ പ്രാർത്ഥിക്കാൻ. ആമേൻ. ആമേൻ. അനുഗ്രഹിക്കപ്പെടാതെ ഈ ശബ്ദങ്ങൾ ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതം നമ്മെ ജീവന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ആ ജീവന്റെ മാർഗത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവ ഈ ദിവസങ്ങളിൽ ഒരുക്കുന്നത് ഓർത്ത് നമുക്ക് സ്തുതിപ്പാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷം പരിപൂർണത അത് അനുഭവിക്കുന്നവരായി നാം തീരുകയാണ്. ഈ ലോകത്തിൽ പല സന്തോഷങ്ങൾക്ക് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ അതിലുപരിയാണ് നമ്മൾ കണ്ണാലെ കാണുന്നതല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ളതല്ല, അതിനപ്പുറമായത് ദൈവം നമുക്ക് വേണ്ടി കുടുംബത്തെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിൽ ശക്തരായ ഒരു ഹിന്ദുത്വമാണ് ദൈവം സഹായിക്കുന്നല്ലോ. അതോർത്ത് നന്ദി പറയാം. പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയുള്ള സാഹചര്യങ്ങളാണ് വരുന്നത്. അവരെയൊക്കെ ദൈവം നിലനിർത്തും. കുമളെ ഓർത്ത് നമുക്ക് ദൈവമായി ശക്തരായ വ്യക്തിയായിട്ട് ഒരു കുടുംബത്തിലുള്ള ചർച്ചയിലുള്ളവർ ദൈവമുള്ളവരൊക്കെ ഇവർ മൂലം ക്രിസ്തുവിനെ കാണുവാൻ ശക്തരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. അതിലൂടെ